ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ ഇതൊരു മരത്തിൻ്റെ ഒരു കമ്പാണ്. അതായത് ഒരു ചെറിയ ചെറിയ ഇലകൾ വരുന്ന നമ്മളൊരു കരിവേപ്പിലേക്ക് തോന്നുന്ന ഒരു ക്രിസ്മസ് ട്രീ ടൈപ്പ് ഒരു മരത്തിൻ്റെ കുറച്ച് ഇങ്ങനെ ഉണങ്ങി വീണ് പോയിരിക്കുന്ന കമ്പാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ഡെക്കറേറ്റിംഗ് ഐറ്റം ചെയ്യുക. അതായത് ഒരു മരത്തിൻ്റെ മേളിലുള്ള ഒരു ഡിസൈൻ പോലത്തെ നമുക്കൊരു ഫ്ലവർ വേസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെക്കറേറ്റിംഗ് ഐറ്റം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാദ്യമായിട്ട് ഇതുപോലെ ഞാൻ ഇതെടുത്തിട്ട് ഇതിപ്പോൾ ഒരു 4-5 കമ്പുകളുണ്ട്. അപ്പോൾ ഈ ഒരു ബുഷി ആയിട്ടുള്ള ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കമ്പിന് അത്ര വലിയ കട്ടിയില്ല. അപ്പോൾ നമുക്കിങ്ങനെ ബുഷിയായിട്ട് കിട്ടുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഞാനൊരു 5 എണ്ണം കൂടെ എടുത്തിട്ട് അപ്പോൾ അതൊന്ന് കാണിക്കേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇത് അടിച്ച് വെച്ചിട്ടുണ്ട്. കമ്പി കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കയറ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഒരു ചൂടി കയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റിയിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാണ്. പിന്നെ ഒരു പഴയ പെയിൻറ്റിൻ്റെ ടിന്ന് വേണ്ട, പെയിൻറ്റ് കുലിച്ചിറങ്ങി നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഒരു ടിന്ന്. അപ്പോൾ ആ ടിന്നിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഇങ്ങനെ ഫിക്സ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഞാനിങ്ങനെ വെച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കാം. അതിന് ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് കല്ലുകൾ, പുറത്ത് കിടക്കുന്ന കുറേ കോൺക്രീറ്റ് കല്ലും ചെറിയ കല്ലുകളാണ് അതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് കല്ലിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വേണമെങ്കിൽ വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇനീഷ്യൽ പാർട്ടായിട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് ഫിനിഷിങ്ങിൻ്റെ ടൈമിൽ ബാക്കിയും കൂടെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. കണ്ടോ, ഇങ്ങനെ ഒരു മരത്തിൻ്റെ ഒരു ഉണങ്ങിയ ഒരു മരത്തിൻ്റെ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ജസ്റ്റ് ലൈറ്റർ കൊണ്ട് ഇതുപോലെ എഡ്ജ് ഇങ്ങനെ ഒന്ന് കരിച്ചു കൊടുക്കണം. ഓക്കെ, ഇതെന്തിനാന്ന് വെച്ചാൽ ഒരു പാറ്റേൺ വരാൻ വേണ്ടിയിട്ടാണ്, ഒരു ഡാർക്ക് ഷെയ്ഡ് പാറ്റേൺ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതുപോലെ നമ്മൾ എല്ലാ എൻഡും, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ വീഡിയോയിൽ തന്നെ കാണിക്കുന്നത്. നമ്മൾ ആ എൻഡൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ കരിച്ചു കൊടുക്കുക. എന്നുവെച്ചാൽ ഒരു വളരെയധികം നേരിയതായിട്ടുള്ളൊരു എൻഡാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് കത്തിയിട്ട് അവിടെ ഇങ്ങനെ ഒരു ഇത് കിടക്കും, ഒരു കരിഞ്ഞ ഭാഗം കിടന്നിട്ട് അതങ്ങോട്ട് പൊട്ടിപ്പോകും. അല്ലെങ്കിൽ ഇതിന് പിന്നെ നമ്മളത് ചെയ്ത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ സാധനങ്ങളൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല, ഇങ്ങനെ ഞാൻ ജസ്റ്റ് പറഞ്ഞു അതിൻ്റെ എൻഡ്സ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ കൊടുക്കുക. അപ്പോൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടാണെങ്കിൽ കത്തി അതങ്ങനെ നിൽക്കും. എന്നിട്ട് നമ്മൾ തന്നെ ഇപ്പോൾ കൂടുതലായിട്ട് കത്തുവാണെങ്കിൽ നമ്മൾ തന്നെ അവിടുന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആ സോഫ്റ്റ്, അതായത് കട്ടിയില്ലാത്ത ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇത് കത്തിയിട്ട് എന്നിട്ടും ആ കട്ടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്രി വെച്ചിട്ട് ക്രോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഒരു പ്രശ്നമല്ല. അടുത്തായിട്ട് നമ്മൾ ഒരു അക്രൈലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ വൈറ്റാണ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് കുറച്ചുകൂടി പ്രിഫറബിൾ ആയിട്ടിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അതിനെ ചെയ്യാം. എനിക്കിപ്പം വൈറ്റ് ചെയ്തിട്ട് അതിൽ കളർഫുൾ ആയിട്ടുള്ള ഇതൊക്കെ വരുമ്പോൾ കുറച്ച് ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇതിലേക്ക് വൈറ്റ് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ഞാൻ വൈറ്റ് അടിച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഇതിൻ്റെ കമ്പുകളെല്ലാം ഇതുപോലെ വൈറ്റ് അടിച്ച് കൊടുക്കണം. നമ്മുടെ ഒരു മഞ്ഞൊക്കെ വീഴുന്ന ഒരു ഇതില്ലേ, അങ്ങനത്തെ രാജ്യങ്ങൾ ക്രിസ്മസിൻ്റെയൊക്കെ ആ ഒരു തീമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വൈറ്റ് അടിച്ച് കൊടുക്കുമ്പോൾ ഒരു മഞ്ഞ് വീഴുന്ന ഒരു എഫക്റ്റ് ഇതിലൊക്കെ എന്നുവെച്ചാൽ അവിടെ ഉണ്ടാവില്ല, ഈ ഇലകളൊക്കെ കൊഴിഞ്ഞിരിക്കുന്ന മരങ്ങളിൽ ഇങ്ങനെ മഞ്ഞ്, അങ്ങനത്തെ ഒരു തീമാണ് എൻ്റെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിൽ നമ്മളെല്ലാം കംപ്ലീറ്റ്ലി ഇതുപോലെ അടിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഈ കളർ മുഴുവൻ അടിച്ചതിന് ശേഷം ഇതിന് മുഴുവൻ വൈറ്റ് അടിച്ചിട്ട് ഞാൻ ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ? ഓക്കെ, ഒരു മഞ്ഞുതുള്ളികളൊക്കെ വീണ പോലത്തെ അങ്ങനെ നമ്മളൊരു പുറത്തുള്ളൊരു രാജ്യത്തിലുള്ള ഒരു മരത്തിൻ്റെ ആ ഒരു ഇത് വന്നിട്ടുണ്ട് കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റം, ഈ സംഭവം ആണ് നമ്മൾ ഇനി ഇതിലെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതായത് ഇവിടെ എല്ലാ എഡ്ജിലും ഈ ബോൾസ്, ഈ കളർഫുൾ ആയിട്ടുള്ള ടൈപ്പ് ബോൾസാണ് നമുക്ക് പുറത്തുനിന്ന് ക്രാഫ്റ്റിന് മേടിക്കുന്നത്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ ഉണ്ടാക്കാം, നൂലുകൊണ്ട് ഉണ്ടാക്കുന്നവർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ കളേഴ്സൊക്കെ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഗ്ലൂ ഗണ്ണ് ഹീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. പിന്നെ ടിപ്സിലൊക്കെ മാക്സിമം പറ്റാവുന്നിടത്ത് ടിപ്സ് ഇങ്ങനെയൊക്കെ ഇതൊക്കെ വരും. പക്ഷേ അതിനെ പറ്റിയൊന്നും ബോധർ ചെയ്യേണ്ട, അതൊക്കെ പിന്നീട് നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. ഇനി അങ്ങനെ കിടന്നാലും ഭംഗിയായി കാണാൻ. അപ്പോൾ കൈ ശരിക്കും ശ്രദ്ധിക്കണം. ഇത് ഹീറ്റായി കഴിയുമ്പോൾ ഗ്ലൂ ഗണ്ണിൻ്റെ അവിടെ കയ്യിലൊട്ടരുത്. ഗ്ലൗസ് യൂസ് ചെയ്യാൻ പറ്റുന്നവർ യൂസ് ചെയ്യുക. നമുക്ക് പിന്നെ ഇത് ശീലമായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ എഡ്ജിലും ഇതിന് പറ്റാവുന്ന നമുക്ക് ഡാർക്കായിട്ട് അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ട് കാണുന്ന എല്ലാ എഡ്ജിലും നമുക്കിത് കൊടുക്കാം. ഇതിങ്ങനെ നമുക്ക് പൊട്ടില്ല എന്ന് ഉറപ്പുള്ളിടത്തൊക്കെ നമുക്കിങ്ങനെ എഡ്ജിൽ ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ പശ മറ്റേ ഗ്ലൂ വെച്ചിട്ട് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതിനിങ്ങനെ ജസ്റ്റ് ചേർത്ത് തൊടിച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൽ ഒട്ടിയിരുന്നോളൂ. ഇതിൻ്റെ മെനക്കെട്ട പരിപാടികളൊന്നുമില്ല.
അപ്പോൾ ഇതിങ്ങനെ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഞാൻ ഇതിൽ ഫിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ ആ പ്രൊസീജിയർ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുക, എന്നിട്ട് ഞാൻ കാണിക്കാം ബാക്കി. അപ്പോൾ നമ്മളിത് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ ഭാഗം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഇതും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് ഇത് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഇത് പതിയെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം, നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുക ഇങ്ങനെ ഇതുപോലെ. എന്ന് വെച്ചാൽ ഈ പെയിൻറ്റിൻ്റെ ഇതിൻ്റെ മേളിൽ അത്ര ഗുണമില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ തന്നെ നമുക്ക് പതിയെ ഇത് ചുറ്റിയെടുക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ ചുറ്റിയെടുക്കുക ചെയ്യുന്നത്. ഇതിൽ വേറെ നമ്മൾ ഇടയിൽ ഗ്ലൂ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ടൈറ്റായിട്ട് ഇപ്പോൾ അടുപ്പിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ അടുപ്പിച്ച് കൊടുത്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഭംഗി ശരിയായിട്ട് കിട്ടുള്ളൂ, ഗ്യാപ്പിലൂടെ അതിൽ കാണാത്ത രീതിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ വളരെ ചേർത്ത് വെച്ച് കംപ്ലീറ്റ് ഇതുപോലെ ചുറ്റി കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇത്രയും നമ്മൾ ചുറ്റി എല്ലാം കൂട്ടിപ്പോയിട്ടാ. ഓക്കെ, അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി നിങ്ങൾക്ക് കാണാം, നല്ല അടിപൊളിയായിട്ട് സംഭവം കിട്ടിയിട്ടുണ്ട്. ഒരു അടിയിലത്തെ ഒരു ഫ്ലവർ ബേസ് പോലെ തന്നെ ആയി. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഗ്ലൂ ഗണ്ണിൻ്റെ കുറച്ച് ഇവിടെ ഇട്ട് ഉൾഭാഗത്ത് നമ്മൾ കുറച്ച് ഗ്ലൂ ഗണ്ണ് അവിടെ ആയിട്ട് ഇട്ടിച്ച് കൊടുക്കുന്നത്. ഗ്ലൂ ഗണ്ണിൻ്റെ ഗമ്മ് അവിടെ ആയിട്ട് ചെയ്യുക. ഇനി ഫെവിക്കോൾ ആണെങ്കിൽ അതായാലും മതി. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്നിട്ട് ഇതുപോലെ ബ്രൗൺ പേപ്പേഴ്സ് ചുരുട്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആ പശയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അതായത് എന്തെങ്കിലും ഒരു മണ്ണ് പോലെയൊക്കെ തോന്നാൻ വേണ്ടിയിട്ട്, നമ്മൾ മണലിനകത്ത് വെച്ച പോലത്തെ ഒരു നാച്ചുറൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഗ്ലൂ ഗണ്ണ് വെച്ചെടുത്തേക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു മണൽ പോലെ തോന്നും. ഇനി നിങ്ങൾക്ക് അഥവാ ബ്രൗൺ പേപ്പർ അങ്ങനത്തൊന്നും ഇല്ലെങ്കിൽ ഇതിനെ മറയ്ക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ബ്രൗൺ കളർ അതിൻ്റെ മുകളിലേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് നമുക്ക് കാണാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ ഇതിലൊരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഇവിടെ അങ്ങനെ ബാക്കി അവർ കാണുന്ന വൈറ്റ് ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നൊരു ബ്രൗണിഷ് ചെറിയൊരു ബ്രൗണും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ നല്ലൊരു ലെവലിലേക്ക് പോകും. അപ്പോൾ നമ്മളിതുപോലെ എല്ലായിടത്തും ഇതുപോലെ ബ്രൗൺ ഒരു ടച്ചിങ് മാത്രം, വൈറ്റ് ഷെയ്ഡ് കാണുന്ന ഭാഗങ്ങൾ ഒന്ന് ബ്രൗൺ ഒന്ന് ഇട്ടിട്ട് ബ്രൗൺ പേപ്പറിൻ്റെ കളർ മാത്രം മതി. വൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഒരു മണ്ണോ ഒക്കെ പോലെ തോന്നിക്കുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ ബാക്കി എല്ലാം നിങ്ങളുടെ ഐഡിയാസ് പോലെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്താക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല. വേണമെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഈ മറ്റേ ചൂടി കയർ ദ്രവിച്ച് പോകാതെ നല്ല ഇതിലിരുന്നോളും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇതിന് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രൗൺ കളേഴ്സ് ഇതിലേക്ക് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇതായിട്ടായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ്ലി. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലാക്കൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എടുത്ത് കാണിക്കും. ഓക്കെ, നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ചെറിയൊരു എഫേർട്ടും ഉണ്ട്. കാരണം ഒന്നിനും കൊള്ളാണ്ട് പുറത്ത് കിടക്കുന്ന കുറച്ച് കമ്പും കഷ്ണം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു 50 രൂപയായിരിക്കും നിങ്ങളുടെ കോസ്റ്റ്. കാരണം ഈ ഒരു സംഭവം വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ അത്രയും വരില്ല. പഞ്ഞി കൊണ്ട് വീട്ടിൽ എല്ലാ നമ്മൾ യൂസ് ചെയ്യുന്ന പഞ്ഞി എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കോട്ടൺ വേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഇതുപോലെ തന്നെ നൂലുകൾ വലിച്ചെടുക്കുക തുണിയിൽ നിന്ന്, അങ്ങനെ നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ സീറോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ജസ്റ്റ് എല്ലാം വേസ്റ്റ് ഐറ്റംസ് ആണ്, വലിച്ചിട്ട് ചൂടി കയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ സീറോ കോസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നല്ലൊരു ഐറ്റം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നതിലാണുള്ള കാര്യം. സക്സസ് വലിയൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ ഞാനൊരു മുമ്പേ ചെയ്ത കുറച്ച് ക്രാഫ്റ്റാണ്, അതിൻ്റെ കൂടെയാണ് ഞാനിതും വെച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് അറിയിക്കുക.